ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റിച്ചസ് അക്കാഡമി. പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. LDC 2024 വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായുള്ള ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിൻ്റെ 153ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവരും പ്രാക്ടീസ് ചെയ്തതിന് ശേഷം എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്യണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സർവഭവന്തു സുഖിനോ എന്നത് എന്തിൻ്റെ ആപ്തവാക്യമാണ്? സർവഭവന്തു സുഖിനോ എന്നത് എന്തിൻ്റെ ആപ്തവാക്യമാണ്? ആൻസർ ഓപ്ഷൻ 2, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ആൻസർ ഓപ്ഷൻ 2, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. 2, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ, അംഗങ്ങൾ എന്നിവരെ നിയമനത്തിന് ശുപാർശ ചെയ്യുന്ന സമിതിയുടെ തലവൻ ആര്? ആൻസർ ഓപ്ഷൻ 3, മുഖ്യമന്ത്രി. ആൻസർ ഓപ്ഷൻ 3, മുഖ്യമന്ത്രി. 3, അശോകസ്തംഭത്തിൽ താഴെ ഇടതുഭാഗത്ത് കാണുന്ന മൃഗം ഏതാണ്? അശോകസ്തംഭത്തിൽ താഴെ ഇടതുഭാഗത്ത് കാണുന്ന മൃഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ 1, കുതിര. ആൻസർ ഓപ്ഷൻ 1, കുതിര. 4, മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന അനുച്ഛേദം ഏത്? മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന അനുച്ഛേദം ഏതാണ്? ആൻസർ ഓപ്ഷൻ 4, 21ാം അനുച്ഛേദം. ആൻസർ ഓപ്ഷൻ 4, 21ാം അനുച്ഛേദം. 5, ഭരണഘടനയുടെ 4ാം ഭാഗം എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ഭരണഘടനയുടെ 4ാം ഭാഗം എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ആൻസർ ഓപ്ഷൻ 2, നിർദ്ദേശക തത്വങ്ങൾ. ആൻസർ ഓപ്ഷൻ 2, നിർദ്ദേശക തത്വങ്ങൾ. 6, കേരളത്തിലെ മലനാടിൻ്റെ ശരാശരി ഉയരം എത്ര മീറ്ററാണ്? കേരളത്തിലെ മലനാടിൻ്റെ ശരാശരി ഉയരം എത്ര മീറ്ററാണ്? ആൻസർ ഓപ്ഷൻ 3, 900 മീറ്റർ. ആൻസർ ഓപ്ഷൻ 3, 900 മീറ്റർ. 7th ക്വസ്റ്റ്യൻ, കേരളത്തിലെ കായലുകളിൽ വിസ്തീർണത്തിൽ 2ാം സ്ഥാനം ഏതിനാണ്? കേരളത്തിലെ കായലുകളിൽ വിസ്തീർണത്തിൽ 2ാം സ്ഥാനം ഏതിനാണ്? ആൻസർ ഓപ്ഷൻ 1, കായംകുളം കായൽ. ആൻസർ ഓപ്ഷൻ 1, കായംകുളം കായൽ. 8, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ഏതാണ്? ആൻസർ ഓപ്ഷൻ 4, ജൂലൈ. ആൻസർ ഓപ്ഷൻ 4, ജൂലൈ മാസം. 9, ഐക്യരാഷ്ട്രസഭയിൽ ജനഗണമന ആദ്യമായി ആലപിച്ച വർഷം. ഐക്യരാഷ്ട്രസഭയിൽ ജനഗണമന ആദ്യമായി ആലപിച്ച വർഷം ഏത്? ആൻസർ ഓപ്ഷൻ 2, 1947. ആൻസർ ഓപ്ഷൻ 2, 1947. 10, കേരളത്തിലെ ആദ്യത്തെ കളിമൺ ഫാക്ടറി സ്ഥാപിതമായത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ കളിമൺ ഫാക്ടറി സ്ഥാപിതമായത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ 3, കുണ്ടറ. ആൻസർ ഓപ്ഷൻ 3, കുണ്ടറ. 11, മന്നവൻ ചോല, ഇടിവരച്ചോല, പുല്ലരടിച്ചോല എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ 1, ആനമുടിച്ചോല. ആൻസർ ഓപ്ഷൻ 1, ആനമുടിച്ചോല. 12, കേരളത്തിൽ കടൽ മത്സ്യബന്ധന നിയമം നിലവിൽ വന്ന വർഷം. കേരളത്തിൽ കടൽ മത്സ്യബന്ധന നിയമം നിലവിൽ വന്ന വർഷം ഏത്? ആൻസർ ഓപ്ഷൻ 4, 1980. ആൻസർ ഓപ്ഷൻ 4, 1980. 13, ഇന്ത്യ 2011 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കളായപ്പോൾ ടീമിൽ അംഗമായിരുന്ന മലയാളി ആരാണ്? ആൻസർ ഓപ്ഷൻ 2, ശ്രീശാന്ത്. ആൻസർ ഓപ്ഷൻ 2, ശ്രീശാന്ത്. 14, ഭരണഘടനാ നിർമ്മാണ സഭയിൽ കൊച്ചിയെ പ്രതിനിധാനം ചെയ്ത ഏക വ്യക്തി ആരാണ്?
ആൻസർ ഓപ്ഷൻ 3 പനമ്പിള്ളി ഗോവിന്ദമേനോൻ. ആൻസർ ഓപ്ഷൻ 3 പനമ്പിള്ളി ഗോവിന്ദമേനോൻ. 15. ഏത് നഗരത്തിൽ വൈദ്യുതി വിതരണത്തിനുള്ള കരാർ ചെന്നൈയിലെ ഒരു കമ്പനിക്ക് കൊച്ചി ദിവാൻ നൽകിയതിൽ പ്രതിഷേധിക്കാനാണ് വൈദ്യുതി സമരം നടത്തിയത്? ആൻസർ ഓപ്ഷൻ 1 തൃശൂർ. ആൻസർ ഓപ്ഷൻ 1 തൃശൂർ. 16. മഠത്തിൽ അപ്പു, ചിരുക്കണ്ടൻ അബൂബക്കർ, കുഞ്ഞമ്പു നായർ എന്നിവർ തൂക്കിലേറ്റപ്പെട്ടത് ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ്? ആൻസർ ഓപ്ഷൻ 4 കയ്യൂർ സമരം. ആൻസർ ഓപ്ഷൻ 4 കയ്യൂർ സമരം. 17. ദ്രവ്യത്തിൻ്റെ ആറാമത്തെ അവസ്ഥ. ദ്രവ്യത്തിൻ്റെ ആറാമത്തെ അവസ്ഥ ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ആൻസർ ഓപ്ഷൻ 2 ഫെർമിയോണിക് കണ്ടൻസേറ്റ്. 18. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ പുറത്തു വരുന്ന വാതകം ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 ഓക്സിജൻ. ആൻസർ ഓപ്ഷൻ 3 ഓക്സിജൻ. 19. ഊതി വീർപ്പിച്ച ഒരു ബലൂൺ അല്പസമയം വെയിലത്ത് വെച്ചാൽ അത് വികസിക്കുകയും പൊട്ടുകയും ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 ചാൾസ് നിയമം. ആൻസർ ഓപ്ഷൻ 1 ചാൾസ് നിയമം. 20. വിമാനത്തിൻ്റെ ഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏത്? വിമാനത്തിൻ്റെ ഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 ടൈറ്റാനിയം. ആൻസർ ഓപ്ഷൻ 4 ടൈറ്റാനിയം. 21. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ ആരാണ്? SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ ആരാണ്? ആൻസർ ഓപ്ഷൻ 2 ശ്രീനാരായണ ഗുരു. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു ആണ്. 22. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി ഏതാണ്? ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 പ്രാചീന മലയാളം. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം. 23. ധർമ്മരാജ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? ധർമ്മരാജ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? ആൻസർ ഓപ്ഷൻ 1 കാർത്തിക തിരുനാൾ രാമവർമ്മ. ധർമ്മരാജ എന്ന പേരിൽ അറിയപ്പെടുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. 24. തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച ഭരണാധികാരി ആര്? തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച ഭരണാധികാരി ആരാണ്? ആൻസർ ഓപ്ഷൻ 4 വിശാഖം തിരുനാൾ. തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച ഭരണാധികാരിയാണ് വിശാഖം തിരുനാൾ. 25. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആര്? ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ 2 കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് കെ കേളപ്പനാണ്. 26. അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസ് നടന്ന വർഷം. അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസ് നടന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 1919. 1919 അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസ് നടന്നത്. 27. കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇടനാട്? ആൻസർ ഓപ്ഷൻ 1 42%. കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ 42% ഇടനാട്. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 കല്ലട. കബനി, ഭവാനി, പാമ്പാർ എന്നിവ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണ്. 29. കേരളത്തിലെ ആദ്യ കോൺക്രീറ്റ് ഡാം ഏത്? കേരളത്തിലെ ആദ്യ കോൺക്രീറ്റ് ഡാം ഏതാണ്?
ആൻസർ ഓപ്ഷൻ 2 മാട്ടുപ്പെട്ടി. കേരളത്തിലെ ആദ്യ കോൺക്രീറ്റ് ഡാമാണ് മാട്ടുപ്പെട്ടി. 30. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫാക്ടറികൾ ഉള്ള ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫാക്ടറികൾ ഉള്ള ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 എറണാകുളം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫാക്ടറികൾ ഉള്ള ജില്ലയാണ് എറണാകുളം. 31. കേരള നിയമസഭയിലെ ആദ്യ ഡെപ്യൂട്ടി സ്പീക്കർ ആര്? കേരള നിയമസഭയിലെ ആദ്യ ഡെപ്യൂട്ടി സ്പീക്കർ ആര്? ആൻസർ ഓപ്ഷൻ 1 KO ഐഷാബായ്. കേരള നിയമസഭയിലെ ആദ്യ ഡെപ്യൂട്ടി സ്പീക്കറാണ് KO ഐഷാബായ്. 32. മാനുവൽ കോട്ട പണി കഴിപ്പിച്ചത് ആരാണ്? മാനുവൽ കോട്ട പണി കഴിപ്പിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ 4 അൽബുക്കർക്ക്. മാനുവൽ കോട്ട പണി കഴിപ്പിച്ചത് അൽബുക്കർക്കാണ്. 33. ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി ഏത്? ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി ഏത്? അയക്സ്ല ചാപ്ലെ സന്ധി. ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് ആൻസർ ഓപ്ഷൻ 2 അയക്സ്ല ചാപ്ലെ സന്ധി. 34. ബംഗാളിലെ ആദ്യ ഗവർണർ. ബംഗാളിലെ ആദ്യ ഗവർണർ ആരാണ്? ആൻസർ ഓപ്ഷൻ 2 റോബർട്ട് ക്ലൈവ്. ബംഗാളിലെ ആദ്യ ഗവർണർ ആരാണ്? ആൻസർ ഓപ്ഷൻ 2 റോബർട്ട് ക്ലൈവ്. 35. ഇന്ത്യയിൽ ആദ്യമായി റെയിൽ ഗതാഗതം സ്ഥാപിച്ച ഭരണാധികാരി ആരാണ്? ഇന്ത്യയിൽ ആദ്യമായി റെയിൽ ഗതാഗതം സ്ഥാപിച്ച ഭരണാധികാരി ആര്? ആൻസർ ഓപ്ഷൻ 3 ഡൽഹൌസി പ്രഭു. ഇന്ത്യയിൽ ആദ്യമായി റെയിൽ ഗതാഗതം സ്ഥാപിച്ച ഭരണാധികാരിയാണ് ഡൽഹൌസി പ്രഭു. 36. 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി. 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി ആരാണ്? ആൻസർ ഓപ്ഷൻ 1 മംഗൽ പാണ്ഡെ. 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷിയാണ് മംഗൽ പാണ്ഡെ. 37. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് മാത്സപ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ 4 വിഷ്ണുഭട്ട് ഗോഡ്സെ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് മാത്സപ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചത് വിഷ്ണുഭട്ട് ഗോഡ്സെ. 38. ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത INC സമ്മേളനം. ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത INC സമ്മേളനം. ആൻസർ ഓപ്ഷൻ 2 1901 കൊൽക്കത്ത സമ്മേളനം. ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത INC സമ്മേളനമാണ് 1901 കൊൽക്കത്ത സമ്മേളനം. 39. മുസ്ലിം ലീഗിൻ്റെ ആദ്യ പ്രസിഡന്റ് ആര്? മുസ്ലിം ലീഗിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ആൻസർ ഓപ്ഷൻ 4 അഗാ ഖാൻ 3. മുസ്ലിം ലീഗിൻ്റെ ആദ്യ പ്രസിഡന്റ് ആര്? അഗാ ഖാൻ 3. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 40. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം സ്ഥാപിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ 3 നെഹ്റു. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം സ്ഥാപിച്ചത് ജവഹർലാൽ നെഹ്റു. താങ്ക് യു.